ഉണ്ടെങ്കിൽ, കൃഷി ചെയ്യാത്ത സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കള പറിച്ച് പുല്ല് വെട്ടിയൊരുക്കി പുല്ല് പിടിപ്പിച്ചിരിക്കണം എന്നുള്ള നിയമം കൊണ്ടുവന്നു. കർശനമായ നിയമമാണ്. അത് 2 ഇഞ്ചിൽ കൂടുതൽ വളരാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവന്നു. അത് വെട്ടിക്കോണം. എന്നിട്ട് പുല്ലിൻ്റെ കൃഷിയാക്കി മാറ്റി. ഈ വെട്ടിയെടുക്കുന്ന പുല്ലിനെ പ്രോസസ്സ് ചെയ്ത് പശുവിനുള്ള ഫുഡ്, മറ്റ് ചില സാധനങ്ങളൊക്കെ ആക്കുന്ന ഫാക്ടറികൾ ആരംഭിച്ചു. അതായത് നമ്മൾ കാണുന്ന സ്വിറ്റ്സർലൻഡ് മുഴുവൻ പുൽമേടുകളും അതിൻ്റെ ഓരങ്ങളിൽ ചുവന്നതും വയലറ്റും പിങ്കുമായ പൂച്ചെടികളുമാണെങ്കിൽ ഇതെല്ലാം മനുഷ്യൻ നട്ടുപിടിപ്പിച്ച് വളർത്തി പരിപാലിച്ച് വളവിട്ട് പരിപാലിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. അവിടുത്തെ കെട്ടിടങ്ങൾ ഈ പുൽമേടുകളുടെ നടുക്ക് നിൽക്കുന്ന വീടിന് ഷേപ്പ് എന്ത് വേണമെന്ന് അവിടുത്തെ ആർക്കിടെക്റ്റുകളും കലാകാരന്മാരും തീരുമാനിച്ചു. ആ ഷേപ്പിൽ നിങ്ങളവിടെ വീട് വെക്കാൻ പാടുള്ളൂ. അവിടെ അല്ലാതെ എൻ്റെ പറമ്പ്, എൻ്റെ വീട്, എനിക്കിഷ്ടമുള്ള ഡിസൈൻ എന്ന് വെച്ചാൽ അവിടെ എടുത്ത് പറിച്ച് ദൂരെ കളയും. ഫോട്ടോ വെച്ച് പോലെ ആവും. അങ്ങനെ ആവും. മൂന്നാർ പോലെയെങ്കിലും ആവും ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ അവിടെ കൊളോണിയൽ കാലത്തെ മരം കൊണ്ട് പണിത ട്രഡീഷണലായ ആൽപൈൻ ശൈലിയിലെ വീടുകൾ, കൂർത്ത മേൽക്കൂരയും മരം കൊണ്ട്